ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആചാര്യ അക്കാഡമിയിലെ സെറ്റ്, കേട്ടറ്റ്, HSA മാത്തമാറ്റിക്സിനായുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഐഗൺ വാല്യൂസ് ഓഫ് എ 3/3 മെട്രിക്സ് എ ആർ ഗിവൺ ബൈ 1 - 2 3 ദെൻ ഓക്കെ, ഒരു 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് തന്നിട്ടുണ്ട്. 1 - 2 3 ആണ്. ദെൻ ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എങ്ങനെയാണ്? എ ഇൻവേഴ്സ് ആണ് ഓപ്ഷനിലെല്ലാം തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഐഗൺ വാല്യൂസ് 1 - 2 3 ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? x - 1 into x plus 2 into x minus 3 equal to 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടേമും ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് ആയ 1ഉം -2ഉം 3ഉം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അതിനായിട്ട് x - 1ഉം x plus 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് x² plus x - 2 into x - 3 എന്ന് കിട്ടും. ദെൻ എഗെയിൻ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x³ - 2x² - 5x plus 6 equal to 0 എന്നാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂസ് തന്നിട്ടുണ്ട്. ഐഗൺ വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാം. ഇനി by Cayley-Hamilton theorem, every square matrix satisfies its characteristic equation. അതായത് എല്ലാ സ്ക്വയർ മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും Cayley-Hamilton theorem അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് മെട്രിക്സ് എ കൊടുക്കാം. അപ്പോൾ a³ - 2a² - 5a plus 6i equal to 0 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഓപ്ഷനകത്ത് എ ഇൻവേഴ്സ് ആണല്ലേ. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ a³ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² ആകും. -2a² എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് -2a എന്നാകും. പിന്നെ -5a എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ a × എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അങ്ങനെ -5i എന്ന് വന്നിട്ടുണ്ട്. പിന്നെ 6i × എ ഇൻവേഴ്സ് 6a ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എ ഇൻവേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ 6a ഇൻവേഴ്സ് ഈക്വൽ ടു 5i plus 2a minus a² എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 6നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ നമുക്ക് 1/6 × 5i plus 2a minus a² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്